പവർ റൂമിൽ ശരണ്യ ക്യാമറ നോക്കി ചോദിക്കുന്നു, ബിഗ് ബോസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഡെൻ റൂം ലോക്ക് ചെയ്യണം, അതിനുള്ള പവർ ഉണ്ടോ? ഞങ്ങളുടെ പവർ ഉപയോഗിച്ചിട്ട് പറയുന്നു ഡെൻ റൂം ലോക്ക് ചെയ്യുക. ബിഗ് ബോസ് ഡെൻ റൂം ലോക്ക് ചെയ്ത് അങ്ങ് കൊടുത്തു. ആളുകളെല്ലാവരും ഞെട്ടിപ്പോയി. ഇങ്ങനത്തെ പ്രത്യേക പവർ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചു പോയി. ഇതാണ് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ നടക്കുമായിരുന്നു. പവർ റൂമിൽ സിബിനും ഋഷിയും ശരണ്യയും പിന്നെ പൂജയും പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ ജിൻഡോയും ഉണ്ടല്ലോ. ഇവരെല്ലാം കൂടെ ആഹ്ലാദിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഡെൻ റൂമിൽ ആരൊക്കെയാന്ന് നോക്കിക്കേ. അർജുന്, അതുപോലെ തന്നെ റസ്മിൻ, ഗബ്രി, അപ്സര, പിന്നെ വർത്താനം പറയാൻ കയറി വന്ന ജാസ്മിൻ. ഗബ്രി എവിടെയുണ്ടോ അവിടെ വർത്താനം പറയാൻ ജാസ്മിൻ വരുമല്ലോ. ഇത്രയും പേരെ ഇട്ടിട്ട് അങ്ങോട്ട് പൂട്ടി. ശരിക്കും അവർക്ക് ഷോക്കായിരുന്നു. പുറത്തിറങ്ങണമെന്നും പറഞ്ഞിട്ട് ഗബ്രി കാണിച്ച നാടകങ്ങളൊന്ന് കാണേണ്ടതായിരുന്നു. ഗബ്രി പറയുകയാണ്, എനിക്ക് വയറുവേദന എടുക്കുന്നു, ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നതാണ്, എനിക്ക് ടോയ്ലറ്റിൽ പോകണം, അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകണം, നിങ്ങൾ മാനുഷിക പരിഗണന ഉള്ളവർ തുറക്കൂ, പൂജ ഇനി മനുഷ്യത്തെക്കുറിച്ച് പറയരുത്. പവർ റൂമിലെ സിബിനൊക്കെ ഉണ്ടോ അനക്കം? അവർ അത് തുറക്കാനേ പോയില്ല. ജിൻഡോ ചെന്നപ്പോൾ ജിൻഡോട് ഗബ്രി പറഞ്ഞു, ക്യാപ്റ്റൻ പറഞ്ഞ് ഞങ്ങളുടെയും കൂടെ ക്യാപ്റ്റനാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ് തുറന്നു തരാൻ. അപ്പോൾ ജിൻഡോ പറഞ്ഞു, എനിക്ക് നിങ്ങളല്ല വോട്ട് ചെയ്ത്, അവരാണ് എനിക്ക് വോട്ട് ചെയ്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യമാണെങ്കിലും ഗബ്രിക്ക് അതൊരു ഷോക്കായി പോയി. എന്നിട്ട് ഗബ്രി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ക്യാപ്റ്റൻ പറയുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല എന്നൊക്കെ. അവർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ലോക്ക് ചെയ്തത്. അപ്പോൾ ഗബ്രി ജിൻഡോട് പറഞ്ഞു, നീ പവർ റൂമിൽ പോയിട്ട് കുനിഞ്ഞു കൊടുക്കുന്നത് പോലെ ഇവിടെ വന്ന് കുനിഞ്ഞു നിൽക്കാൻ. അതൊരു മോശമായിട്ടുള്ള കാര്യമായതുകൊണ്ട് സിബിൻ അപ്പം തന്നെ അത് ഈ പവർ റൂമിൻ്റെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇതിനെ ഇങ്ങനെ പറഞ്ഞത്, ഈ മോശം കാര്യം പറഞ്ഞതിന് ഗബ്രി മാപ്പ് പറയിക്കണം. മാപ്പ് പറഞ്ഞാൽ നമ്മൾ റൂം തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഗബ്രി മാപ്പ് പറയാൻ കൂട്ടാക്കിയേയില്ല. അപ്പോൾ സിബിൻ ചോദിക്കുന്നുണ്ടോ, ഒപ്പം നിനക്കിപ്പോൾ വയറുവേദന ഇല്ലേ? വയറുവേദനയുണ്ട്, ബാത്റൂമിൽ പോകണമെങ്കിൽ നിനക്ക് സോറി പറഞ്ഞു പോയിക്കൂടെയെന്ന്. അപ്പോൾ ഗബ്രീനെ സഹായിക്കാൻ എന്ന വണ്ണം ജാസ്മിൻ വരുന്നു. ജാസ്മിൻ പറഞ്ഞു, എനിക്ക് പീരിയഡ്സ് ആണ്, എനിക്ക് ബാത്റൂമിൽ പോകണം, നിങ്ങൾ തുറന്നു തന്നെ, മാനുഷിക പരിഗണന ഉള്ളവർ തുറന്നു തന്നെ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, നീ അച്ഛനാണ്, ഭാര്യയാണ്, ഭർത്താവാണെന്നൊക്കെ പറയുന്ന ഗബ്രിയോട് പറയൂ. ഗബ്രി സോറി പറഞ്ഞാൽ തുറക്കാൻ പറ്റുമല്ലോ. ഈഗോ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്തിനാണ്? നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ സോറി പറയും, നിനക്ക് പുറത്തു പോകാനായിട്ട് പറ്റും. പക്ഷേ ഗബ്രി സോറി പറയാൻ കൂട്ടാക്കുന്നേ ഇല്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ മനസ്സിലാക്കണം, ഇത്രയുമൊക്കെ സ്നേഹമുള്ളൂ, ഈഗോനേക്കാളും വലുതല്ല നിന്നോടുള്ള സ്നേഹം അവനെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാം കൂടി മറ്റംഗങ്ങളെയും വിളിച്ചിട്ട് പവർ റൂമിലെ ആളുകളെയും വിളിച്ചിട്ട് സിബിൻ പറയുകയാണ്, ഇപ്പോൾ പീരിയഡ്സ് ആണെങ്കിൽ നമുക്ക് തുറന്നു വിടാം, വുമൺ കാർഡ് ഇറക്കുന്നതല്ലെങ്കിൽ നമുക്ക് തുറക്കാമെന്ന്. നോറ ഈ തവണ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, നോറയ്ക്ക് പീരീഡ്സ് ആണ്, അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ജാസ്മിനും വരാറ്, അപ്പോൾ ജാസ്മിന് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ തുറന്നു കൊടുക്കണമെന്ന്. അങ്ങനെ അവർ വന്നിട്ടൊരു നീണ്ട പ്രസംഗത്തിന് ശേഷം തുറന്നു കൊടുത്തു. പവർ റൂംകാർ പറഞ്ഞു, സിബിൻ പറഞ്ഞു, അതായത് മാനുഷിക പരിഗണന ഞങ്ങൾക്കുള്ളത് കൊണ്ടും വയ്യ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടും ഗബ്രിക്ക്, നിന്നോട് സ്നേഹമാണെന്ന് പറയുന്ന ഗബ്രിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടും നിനക്ക് ഇത്ര ഒരു അവസ്ഥയിലും അവൻ അവൻ്റെ ഈഗോ വെച്ചിരിക്കുന്നത് കൊണ്ടും ഞങ്ങൾക്ക് നിന്നോട് ആ ഈഗോയേക്കാൾ കൂടുതൽ ഒരു മാനുഷിക പരിഗണന ഉള്ളതുകൊണ്ട് തുറന്നു കൊടുക്കണു എന്ന് പറഞ്ഞിട്ട് തുറന്നു കൊടുത്തു. എന്നിരുന്നാലും ഗബ്രി സോറി പറഞ്ഞിട്ടില്ല. എന്നിട്ട് തുറന്നു കൊടുത്ത സമയത്ത് ഗബ്രി ജാസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ചിരിയുണ്ട്, കള്ളത്തരം കാണിച്ച് വിജയിച്ച ഒരു ചിരി, വിജയിയുടെ ഒരു ചിരി. അത് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ഈഗോയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുകയായിരുന്നു. ഒരിക്കലും മാനുഷിക പരിഗണനയുടെ പേരിൽ അവരുടെ വാതിൽ തുറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ഫ്രം വശവിയോ.